നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത യഥാരൂപമാണ്. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എ.സി. ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദർ വിവർത്തനവും ഭവനം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 18ാമത്തെ അധ്യായം, സന്യാസത്തിന്റെ പരിപൂർണത ഉള്ള അധ്യായമാണ് നമ്മളിവിടെ നോക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 53ാമത്തെ ശ്ലോകം വരെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അധ്യായത്തിൽ അർജുനൻ ഭഗവാനോട് ചോദിച്ചത് 2 കാര്യങ്ങളായിരുന്നു. സന്യാസത്തിന്റെ തത്വം എന്താണ്, ത്യാഗത്തിന്റെ തത്വം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സന്യാസം എന്ന് പറയുന്നത് കർമ്മത്തെ ത്യജിക്കുന്നതല്ല, കർമ്മഫലത്തെ ത്യജിക്കുന്നതാണ്. പിന്നീട് ത്യാഗത്തിനെ ഭഗവാൻ വിഭജിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. തമോ ഗുണത്തിലുള്ള ത്യാഗം, രജോ ഗുണത്തിലുള്ള ത്യാഗം, സാത്വികമായിട്ടുള്ള ത്യാഗം. കർമ്മഫലങ്ങളെ ത്യജിച്ചുകൊണ്ട് എങ്ങനെ ഒരു സന്യാസ പദത്തിലേക്ക് എത്താം എന്നാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത്. അതിനുവേണ്ടി ഭഗവാൻ വർണ്ണാശ്രമ വ്യവസ്ഥ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. വർണ്ണാശ്രമ വ്യവസ്ഥ സ്ഥാപിച്ചത് ഭഗവാൻ തന്നെയാണ്. ചാതുർവർണ്ണൻ മയാ സൃഷ്ടം. ആ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ എന്തിനുള്ള അവസരമുണ്ട്? ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമാണ്. വർണ്ണാശ്രമ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ 4 തരത്തിലുള്ള സ്വഭാവമുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വഭാവ പ്രഭവേർ ഗുണ, ഗുണങ്ങൾക്കനുസരിച്ച് 4 തരം സ്വഭാവമാണുള്ളത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ് 4 തരത്തിലുള്ള സ്വഭാവങ്ങളാണ്? സത്വരജസ്തമോ ഗുണങ്ങളിൽപ്പെട്ട ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഏതൊക്കെയാണ്? ബ്രാഹ്മണർ സത്വഗുണം. 4 സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സത്വഗുണത്തില് ക്ഷത്രിയ, രജോ ഗുണം. 4 സ്വഭാവങ്ങൾ: ബ്രാഹ്മണ സ്വഭാവം, ക്ഷത്രിയ സ്വഭാവം, വൈശ്യ സ്വഭാവം, ശൂദ്ര സ്വഭാവം. ഇതാണ് 4 സ്വഭാവങ്ങൾ. ഗുണത്തിനനുസരിച്ചിട്ടാണ് സ്വഭാവം ഉണ്ടാകുന്നത്. ഇതെല്ലാ സമൂഹത്തിലും ഉണ്ടാകും. വിഭജനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ സമൂഹത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ബ്രാഹ്മണ സ്വഭാവമുള്ള വ്യക്തികൾ ഓരോരുത്തരുടെ സ്വഭാവത്തിനെ കുറിച്ചും വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണീയ സ്വഭാവം എന്താണ്, ക്ഷത്രിയ സ്വഭാവം എന്താണ്, വൈശ്യ സ്വഭാവം എന്താണ്, ശൂദ്ര സ്വഭാവം എന്താണ്, ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നു. അപ്പൊ അതെന്തായാലും സമൂഹത്തിലുണ്ടാകും. അപ്പോൾ ഭഗവാൻ പറയുന്നത് ആ സ്വഭാവം മാറ്റേണ്ട ആവശ്യമില്ല. സ്വഭാവം മാറ്റേണ്ട ആവശ്യമില്ല. അവർക്ക് ആ സ്വഭാവം അനുസരിച്ചിട്ടുള്ള കർമ്മം തന്നെ ചെയ്യാം. ബ്രാഹ്മണന് ബ്രാഹ്മണീയമായിട്ടുള്ള കർമ്മം ചെയ്യാം, ക്ഷത്രിയന് ക്ഷത്രിയൻ്റെതായിട്ടുള്ള കർമ്മം ചെയ്യാം, ശൂദ്രന് ശൂദ്രൻ്റെതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാം. കർമ്മം മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ അവർക്ക് എങ്ങനെ മുക്തി നേടാൻ സാധിക്കും? അതിനാണ് ഭഗവാൻ പറഞ്ഞത്,
സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേനര. ഓരോരുത്തരും ഓരോരുത്തരുടെ കർമ്മം ചെയ്താൽ മതി. പക്ഷെ എങ്ങനെ ചെയ്യണം? സ്വകർമ്മണ തമഭ്യർച്ച്യ, സ്വന്തം കർമ്മം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട്, കർമ്മഫലം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം. എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ബ്രാഹ്മണന്റെ കർമ്മം ചെയ്യരുത്. ബ്രാഹ്മണന്റെ കർമ്മം എന്താണ്? ശാസ്ത്രം പഠിക്കുക, ഭഗവാനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിക്കോളും. അല്ലെ, ക്ഷത്രിയന്റെ ധർമ്മം എന്താണ്? ജനങ്ങളെ സംരക്ഷിക്കുക, അധർമ്മികളെ, ആക്രമകാരികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ക്ഷത്രിയന്റെ ധർമ്മം. അത് അവൻ നിറവേറ്റിക്കൊണ്ടിരുന്നാൽ മതി. അതിനുള്ള ഫലം, കർമ്മഫലം അവന് സ്വാഭാവികമായിട്ട് കിട്ടിക്കോളും, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിക്കോളും. ഇനി വൈശ്യന്റെ ധർമ്മം എന്താണ്? മൃഗങ്ങളെ സംരക്ഷിക്കുക. ക്ഷത്രിയൻ മനുഷ്യരെ സംരക്ഷിക്കുന്നു, വൈശ്യൻ മൃഗങ്ങളെ സംരക്ഷിക്കും. അതേപോലെ കൃഷി ചെയ്യുന്നു. കൃഷി ഗോരക്ഷ്യ വാണിജ്യം, വൈശ്യകർമ്മ സ്വഭാവം. ആ വൈശ്യനം എന്ത് ചെയ്യണം? മൃഗങ്ങളെ സംരക്ഷിക്കുന്നത്, പ്രത്യേകിച്ചും പശുക്കളെ സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ചുമതലയായിട്ടെടുത്ത് അത് ചെയ്യണം. അതിന്റെ ഫലം, പ്രതിഫലം സ്വാഭാവികമായിട്ട് കിട്ടിക്കോളും. ശൂദ്രൻ മറ്റുള്ളവരെ സഹായിക്കണം, അതിന്റെ പ്രതിഫലം അവന് കിട്ടും. അപ്പോൾ ഈ ഒരു വർണ്ണാശ്രമ വ്യവസ്ഥ ഈശ്വര വിശ്വാസമുള്ളവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നടപ്പിലാവുകയുള്ളൂ. ഈശ്വര വിശ്വാസമില്ലെങ്കിൽ മുഴുവൻ വർണ്ണാശ്രമ വ്യവസ്ഥ തകർന്നു പോകും. കാരണം എന്താണ്? ഫലം ഭഗവാൻ തരും എന്ന് അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. അല്ലെ, ഫലം ഭഗവാൻ തരും എന്ന് അവർക്ക് വിശ്വാസം ഉണ്ടാകില്ല. അതുകൊണ്ട് ഈശ്വര വിശ്വാസമുള്ള സമൂഹത്തിൽ മാത്രമേ ഈ വർണ്ണാശ്രമ വ്യവസ്ഥ നടക്കുകയുള്ളൂ. പക്ഷെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ആ വർണ്ണാശ്രമ വ്യവസ്ഥയാണ്. അങ്ങനെ ഭഗവാന് കർമ്മഫലം നൽകിക്കൊണ്ട്, ഭഗവാൻ കർമ്മഫലം നമ്മൾക്ക് നൽകിക്കോളും എന്നുള്ള ഭാവത്തിൽ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കർമ്മഫലങ്ങൾ ബാധിക്കുന്നില്ല. പിന്നെ നമ്മൾ ആ കർമ്മത്തിന് ഉത്തരവാദിയല്ല. അതുകൊണ്ടാണ് അർജുനോട് പറഞ്ഞത്, നീ ക്ഷത്രിയനാണ്, നീ യുദ്ധം ചെയ്താൽ മതി, അതിന്റെ കർമ്മ ഫലത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. യുദ്ധം ചെയ്യുന്നത് നിന്റെ ധർമ്മമാണ്, അധർമ്മികളോട് യുദ്ധം ചെയ്യേണ്ടത് നിന്റെ ധർമ്മമാണ്, അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലവും നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്ഥിരമായിട്ട് കർമ്മങ്ങൾ ചെയ്തു പോകുന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഈ ഭൗതിക ലോകത്തിൽ നിന്നും മുക്തനാകാൻ യോഗ്യനാകുമെന്നാണ് പറയുന്നത്. ത്യാഗപരിശീലനം കൊണ്ട്, കർമ്മഫലം ത്യജിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവർക്ക് മനസ്സിലാവും ഭഗവാൻ തന്നെ കർമ്മഫലം നൽകും എന്ന് അവർക്ക് ബോധ്യപ്പെടും. അല്ലെ, നമ്മൾ കർമ്മഫലം ഭഗവാന് സമർപ്പിച്ചാലേ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കർമ്മഫലം ഒക്കെ ഭഗവാൻ തരുന്നുണ്ട് എന്നുള്ള കാര്യം. നമ്മൾ ഒന്നും സമർപ്പിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഭഗവാന്റെ സംരക്ഷണം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ സംരക്ഷണത്തിൽ വിശ്വാസം ഉണ്ടാവും. കർമ്മഫലം ത്യജിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അഭ്യസിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ കുറഞ്ഞു വരും. അങ്ങനെ മുക്തിക്ക് യോഗ്യനായിട്ട് മാറുമെന്ന് പറയും. പണ്ടത്തെ കാലത്ത് ഇതാണ് സിസ്റ്റം. നമ്മൾക്ക് ആരോഗ്യമുള്ള സമയത്ത് വർണ്ണാശ്രമ വ്യവസ്ഥ പ്രകാരം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മൾക്ക് ഭൗതിക ആഗ്രഹങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ ആശ്രയിക്കുന്നതിന് പകരം ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കും. അവസാന സമയത്ത് നമ്മൾ ഭഗവാനെ ആശ്രയിക്കണം, അല്ലെ? അങ്ങനെ മരിക്കാനാകുന്ന സമയത്ത് അതിന്റെ മുന്നേ വീട് വിട്ട് ഇറങ്ങി പോകണം. അതാണ് സന്യാസം. വീട് വിട്ട് ഇറങ്ങിപ്പോയി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഭൗതികമായിട്ടുള്ള ചിന്തകളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി വീട്ടിൽ തന്നെ ഇരുന്ന് മരിക്കുന്ന സമയത്ത് വീടിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവും, വീട്ടിലുള്ള ഏതെങ്കിലും മൃഗത്തിനെ കുറിച്ച് ചിന്തയുണ്ടാവും, വീട്ടിലുള്ള കുട്ടികളെ കുറിച്ച് ചിന്തയുണ്ടാവും, അല്ലെങ്കിൽ വീടിനെ കുറിച്ച് ചിന്തയുണ്ടാവും. ഇങ്ങനെ പല പല ചിന്ത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി പോയിട്ട് ഏതെങ്കിലും ദിവ്യമായിട്ടുള്ള സ്ഥലത്ത്, തീർത്ഥാടന സ്ഥലത്ത് പോയിരുന്നിട്ട് ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് മരിക്കും. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മരണം.
വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിലുള്ള സംസാരം, വീട്ടിനെ കുറിച്ചുള്ള സംസാരം ഉണ്ടാകും, കുട്ടികളെ കുറിച്ചുള്ള സംസാരം ഉണ്ടാകും, വീട്ടിലുള്ള മൃഗങ്ങളെ കുറിച്ച്, പട്ടി, പൂച്ച, ഇതിനെ കുറിച്ചൊക്കെയുള്ള സംസാരം ഉണ്ടാകും. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മരിക്കേണ്ടി വരും. വീണ്ടും ആ വീട്ടിൽ തന്നെ വന്ന് ജനിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, മരിക്കുന്നതിന്റെ മുന്നേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകണം. വീട്ടിൽ നിന്ന് മരിക്കുന്നത് വളരെ മോശം ഏർപ്പാടായിട്ടാണ് പണ്ട് കാലത്ത് കണക്കാക്കിയത്. നമ്മുടെ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ കണക്കാക്കുന്നത് വീട്ടിലിരുന്നു കൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഏറ്റവും യോഗ്യതയില്ലാത്തവരാണ് വീട്ടിലിരുന്ന് മരിക്കുന്നത്. അതുകൊണ്ടാണ് വിതുരൻ വന്നിട്ട് ധൃതരാഷ്ട്രനോട് പറയുന്നത്, നരപാലവത്, ഭീമൻ തന്നിട്ടുള്ള ഉച്ഛിഷ്ടം കഴിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ നിനക്ക് നാണമില്ല. നീ ഇപ്പൊ തന്നെ ഇറങ്ങണം, ഈ കൊട്ടാരം വിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞത്. അപ്പൊ പണ്ടത്തെ കാലത്ത് വീട്ടിലിരുന്ന് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. മരണത്തിനെ ഭയക്കുന്നവനാണ് വീട്ടിൽ തന്നെ ഒരു റൂമിൽ തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുന്നത്. നരപാലവത് എന്ന് പറഞ്ഞിട്ട് ഒരു നായയെ പോലെ എന്നാണ് പറഞ്ഞിട്ട് വിതുരൻ ധൃതരാഷ്ട്രനോട് പറയുന്നത്. അത് കേട്ട സമയത്ത് ധൃതരാഷ്ട്രനും പെട്ടെന്ന് തന്നെ ഇറങ്ങി, കൊട്ടാരം വിട്ടിറങ്ങി പുറത്തുപോയി അദ്ദേഹം ശരീരം വെടിഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു ധീരനായിട്ട് മാറി എന്ന് പറഞ്ഞു. ധീരൻ, മരണത്തിനെ ഭയക്കാത്തതാണ് ധീരൻ. ഭഗവത്ഗീതയിൽ ആദ്യം തന്നെ ഭഗവാൻ അത് പറയുന്നുണ്ട്. യജ്ഞോസ്മിനി യഥാദേഹേ കൗമാരം യവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. ദേഹാന്തര പ്രാപ്തിയിൽ ധീരൻ ഭയക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഞാൻ ഭഗവാനിലേക്കാണ് പോകാൻ പോകുന്നത്, ഭഗവാന്റെ അടുത്തേക്കാണ് പോകാൻ പോകുന്നത് എന്ന് അവർക്ക് ഉറച്ചു വിശ്വാസമുണ്ട്. അപ്പം അതിനു വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് ഭഗവാന് കർമ്മഫലങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വർണ്ണാശ്രമ വ്യവസ്ഥയിൽ. അവസാന സമയം വീട് വിട്ടു പോകണം. അതാണ് ഭഗവാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം 50 മുതൽ 51 മുതൽ 53 വരെയുള്ള ശ്ലോകങ്ങളിൽ ചർച്ച ചെയ്ത സമയത്ത് അവിടെ വിവിക്ത സേവി ലഘ്വാശി എന്ന് പറയും. വിവിക്ത സേവി, മറ്റാരുമില്ലാത്ത സ്ഥലത്ത് പോയിട്ടിരിക്കും, ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് ധ്യാനയോഗപരവും, ധ്യാനയോഗം കൊണ്ട് ഭഗവാനിൽ മനസ്സ് ഉറപ്പിക്കണം. ഇതാണ് അവസാന കാലത്ത് ചെയ്യേണ്ട പ്രവൃത്തി. സന്യാസം, സന്യാസത്തിന്റെ അവസാനം, സന്യാസത്തിന്റെ പരിപൂർണത എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. അപ്പോൾ കർമ്മങ്ങളൊക്കെ അവസാനിച്ച് സന്യാസ സമയം. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്യക് ന്യാസം, നല്ല രീതിയിൽ ഈ ശരീരം എങ്ങനെ ഉപേക്ഷിക്കാം, അതാണ് സന്യാസം. ഈ ശരീരം നല്ല രീതിയിൽ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് എങ്ങനെ ഉപേക്ഷിക്കാം എന്നൊരു സന്യാസി അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി പുറത്തു പോയിട്ട് ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് വിശദീകരിച്ച് 6ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അല്ലെ, ശുചൗദേശേ പ്രതിഷ്ഠാപ്യ, ശുദ്ധിയായിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കണം, ശരീരം സ്ട്രൈറ്റ് ആയിട്ട് വെക്കണം, കുശപ്പുല്ല് വിരിച്ച് അതിന്റെ മുകളിൽ മാൻതോൽ വിരിച്ച് അതിന്റെ മുകളിൽ തുണി വെച്ച് അതിലിരിക്കണം, എന്നിട്ട് ധ്യാനയോഗത്തിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം എന്ന് പറയും. അങ്ങനെ പ്രാണായാമം കൊണ്ട്, ധ്യാനം കൊണ്ട് ഒരു വ്യക്തിയുടെ എല്ലാവിധ ഭൗതിക സങ്കല്പങ്ങളും ഇല്ലാതാകും, ഭൗതികമായിട്ടുള്ള ചിന്തകളൊക്കെ ഇല്ലാതാകുന്നു. ഞാൻ ശരീരമാണെന്നുള്ള ബോധത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം, ഇതിൽ നിന്നൊക്കെ മുക്തനാകും, വിമുച്ച. അഹങ്കാരം, ഞാൻ ശരീരമാണ്, എനിക്ക് പല പല ആഗ്രഹങ്ങളുണ്ട്, ശാരീരികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, അത് നടന്നിട്ടില്ലെങ്കിൽ ക്രോധമുണ്ടാകും, എനിക്ക് അത് വേണം, ഇത് വേണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം മരണസമയത്ത് മുക്തി നേടിയിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി വീണ്ടും ജനിക്കേണ്ടി വരും. 7ാമത്തെ അധ്യായത്തിൽ പറയും. എന്തുകൊണ്ട് വീണ്ടും ജനിക്കേണ്ടി വരുന്നു? ഇച്ഛാദ്വേഷ സമുദ്രേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരന്തം. ഒരു ജീവൻ സർഗത്തിലേക്ക്, അടുത്ത ജന്മത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇച്ഛാദ്വേഷം, ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട്, ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട്. ദ്വേഷം, ഭഗവാനോട് അടുപ്പമില്ല. ദ്വന്ദ്വമോഹേന, ഈ ലോകത്തിൽ തന്നെ സുഖിക്കാം, ഇങ്ങനെയുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് ഇനിയും ഒരു ശരീരം എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തിൽ നിന്ന് പുറത്തു വരണം.
അതിനാണ് ധ്യാനയോഗം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു മുക്ത അവസ്ഥയിൽ എത്താൻ സാധിക്കും. വിമുച്യ നിർമ്മമശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പത. ഇത് ഭഗവാൻ പറയുന്നത് ക്രമേണയുള്ള ഒരു ജീവന്റെ ഉയർച്ചയാണ്. ആദ്യം ജീവന് ശരീരത്തിന് നല്ല ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ പ്രവർത്തിക്കണം. ആദ്യം തന്നെ സന്യാസത്തിന് പറയുന്നില്ല, ആദ്യം തന്നെ പ്രവർത്തിക്കണം. പക്ഷെ ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. തന്റെ കർമ്മമൊക്കെ ഭഗവാൻ കാണുന്നുണ്ട്, ആ കർമ്മഫലമൊക്കെ ഭഗവാന് കൊടുക്കണം. അങ്ങനെ ത്യാഗം പരിശീലിക്കണം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഭഗവാന്റെ സംരക്ഷണം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും. കർമ്മഫലം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, ഭഗവാന്റെ സംരക്ഷണത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ഒരു വ്യക്തിക്ക് ബോധ്യപ്പെടണം. അതിന് ത്യാഗം ചെയ്യണം. ത്യാഗം ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ബോധ്യപ്പെടുന്നില്ല, ഒരിക്കലും ബോധ്യപ്പെടുന്നില്ല. അവര് പണം കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് വിചാരിക്കും. ഭഗവാന്റെ അനുഗ്രഹത്തിൽ ജീവിക്കാൻ പ്രാക്ടീസ് ചെയ്യണം. ഭഗവാന്റെ അനുഗ്രഹത്തിൽ ജീവിക്കാൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ ആ ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകും. അങ്ങനെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ കുറയുന്നുള്ളൂ. അതിനുശേഷമാണ്, അവസാന സമയത്താണ് ഭഗവാൻ സന്യാസത്തിന് പറയുന്നത്, വീടിന് പുറത്തിറങ്ങിപ്പോയി മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം. ധ്യാനയോഗത്തിലൂടെ പ്രാണനെ ഉയർത്തിക്കൊണ്ടുവരണം. ഭ്രുവോർ മധ്യേ പ്രാണമാവേശ സമ്യക്, നമ്മൾ നേരത്തെ കേട്ടു. ഭ്രുവ മധ്യത്തിലേക്ക് പ്രാണനെ ഉയർത്തിക്കൊണ്ടുവരണം. ആ സമയത്ത് ഭൗതികമായിട്ടുള്ള ചിന്തകളൊക്കെ ഇല്ലാതാവും. വിമുച്ച ധർമ്മമോ ശാന്ത, ഭൗതികമായിട്ടുള്ള ബോധത്തിൽ നിന്ന് പുറത്തു കിടക്കും. ബ്രഹ്മഭൂയായ കൽപ്പതി, അങ്ങനെ മുക്തനായിട്ടുള്ള ജീവൻ ശരീരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ ഭൗതിക ബോധത്തിൽ നിന്ന് മുക്തനായിട്ടുള്ള ജീവനെയാണ് ബ്രഹ്മഭൂത എന്ന് പറയുന്നത്. ബ്രഹ്മഭൂതാവസ്ഥ. ശരീരബോധത്തിൽ നിന്ന് പുറത്തു വന്നു, ഞാൻ പൂർണ്ണമായിട്ടും ആത്മാവാണ്, ശരീരം ഇല്ലാതായി കഴിഞ്ഞാലും ഞാൻ ഉണ്ടാകും എന്ന് ബോധ്യപ്പെട്ടു. അതുവരെ എന്താണ് വിചാരിക്കുന്നത്? ശരീരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും എന്നാണ്. ശരീരം ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും എന്നാണ് നമ്മുടെ ശരീരബോധത്തിൽ ഇരിക്കുമ്പോൾ വിചാരിക്കുന്നത്. പക്ഷെ ഒരു മുക്തനായിട്ടുള്ള വ്യക്തിക്ക്, അല്ലെങ്കിൽ ബ്രഹ്മഭൂത അവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് അറിയാൻ സാധിക്കും, ശരീരം വിട്ടുകഴിഞ്ഞാലും ഞാൻ നശിക്കുന്നില്ല, ശരീരം നശിച്ചാലും ഞാൻ നശിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ അവസ്ഥയാണ് ബ്രഹ്മഭൂതാവസ്ഥ എന്ന് പറയുന്നത്. ധ്യാനത്തിലൂടെ അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പ്രാണായാമത്തിലൂടെ അവിടെ എത്തിച്ചേരാൻ സാധിക്കും. അതിനുശേഷം 54-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആ ബ്രഹ്മഭൂത അവസ്ഥയുടെ ലക്ഷണങ്ങളാണ്. ആ ബ്രഹ്മഭൂത അവസ്ഥയിൽ ജീവാത്മാവ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് അനുഭവിക്കുന്നത്, എന്തായിരിക്കും നമ്മുടെ അനുഭവം, എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ. മുക്തിയെ കുറിച്ച് ഒരുപാട് സംശയങ്ങളാണ് നമുക്ക്. സമാധി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആളുകൾ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോകുക എന്നാണ് ആൾക്കാരുടെ വിചാരം. അല്ലെങ്കിൽ ഇങ്ങനെ ശവക്കല്ലറയിൽ ആളുകളെ ഇരുത്തി മണ്ണിട്ട് മൂടുക, ഇതാണ് സമാധി. ഇതൊക്കെയാണ് ആളുകളുടെ വിചാരം. ആ ബ്രഹ്മഭൂത അവസ്ഥയിൽ ഒരു ജീവാത്മാവ് എന്താണ് അനുഭവിക്കുന്നത്, എന്താണ് യഥാർത്ഥ സമാധി അവസ്ഥ, ബ്രഹ്മഭൂത അവസ്ഥ എന്ന് 54-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് വായിക്കാം. 54-ാമത്തെ ശ്ലോകം. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമ സർവേഷു ഭൂതേഷു മത്പത്തിം ലഭതേ പരാം. അതിന്റെ വിവൃത്തനും ഭവത്വം വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, രാജേശ്വരി മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമ സർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതേ പരാം. വിവർത്തനം. ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നവൻ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല. സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു. ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ കി ജയ്. ഭാവാർത്ഥം: പരമസത്തയോടുള്ള ഏകീഭാവമായ ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തുക എന്നതാണ് വ്യക്തിശൂന്യവാദിയെ സംബന്ധിച്ചിടത്തോളം അന്തിമമായിട്ടുള്ളത്. വ്യക്തിഗതവാദിയും ശുദ്ധഭക്തനുമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധ ഭക്തിയുത സേവനത്തിൽ മുഴുകാൻ ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട്. ഭഗവത് സേവന കർമ്മത്തിൽ ഏർപ്പെടുന്നവൻ മുമ്പ് തന്നെ മുക്തിപദമെന്ന ബ്രഹ്മഭൂതാവസ്ഥ, പരമസത്യയോടുള്ള ഏകീഭാവം,
പ്രാപിച്ചിരിക്കുമെന്നർത്ഥം. പരമസത്യവുമായി ഐക്യം പ്രാപിക്കാതെ ഒരാൾക്കും അവിടത്തെ സേവിക്കാനാകില്ല. നിരപേക്ഷ സങ്കല്പത്തിൽ സേവക ഭേദമില്ലാതാകുന്നുണ്ട്. എങ്കിലും ഉന്നതമായ ആധ്യാത്മിക പരീക്ഷണത്തിൽ വ്യത്യാസം നിലനിൽക്കുന്നതായി കാണാം. ഭൗതിക ജീവിത ദൃഷ്ടിയ ഇന്ദ്രിയ സുഖപൂർത്തിക്കായി പ്രവർത്തിക്കുന്നവർക്ക് ദുഃഖം ഒഴിച്ചുകൂടാത്തതാണ്. നിരപേക്ഷ ലോകത്തിലാകട്ടെ ശുദ്ധ ഭക്തിയോടെ സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് ദുഃഖങ്ങളില്ല. ബോധ നിഷ്ഠനായ ഭക്തന് ആഗ്രഹത്തിനോ ആവലാതിക്കോ കാരണമുണ്ടാവില്ല. ഈശ്വരൻ പരിപൂർണനാകിയാൽ ഭഗവത് സേവന നിരതനായ ജീവാത്മാവും സ്വയം പരിപൂർണനാവുന്നു. മാലിന്യമെല്ലാം നീങ്ങിക്കഴിഞ്ഞ പുഴ പോലെയാണ് അയാൾ. കൃഷ്ണനെ കുറിച്ചല്ലാതെ വേറെ യാതൊരു ചിന്തയും ഇല്ലാത്തതിനാൽ ശുദ്ധ ഭക്തൻ എപ്പോഴും സന്തുഷ്ടനാണ്. ഭഗവത് സേവനത്തിൽ പൂർണ്ണമായും ഒഴുകിയതുകൊണ്ട് അയാൾ നഷ്ടത്തിൽ ദുഃഖിക്കുകയോ ലാഭത്തിനായി ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. ഓരോ ജീവസത്തയും ഭഗവത് അംശമാകിയാൽ എന്നേക്കും അവിടുത്തെ സേവകനാണെന്നറിയുന്ന അയാൾക്ക് ഭൗതിക സുഖങ്ങളിൽ താല്പര്യമുണ്ടാവില്ല. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഒരാളെ ഉത്കൃഷ്ടനെന്നോ മറ്റൊരാളെ അധമനെന്നോ അയാൾ കരുതുകയില്ല. ഉത്തമാധമ സ്ഥിതികൾ ക്ഷണികങ്ങളാണ്. അത്തരം ക്ഷണികങ്ങളായ ആവിർഭാവതിരോഭാവങ്ങൾ ഭക്തന് ബാധകമല്ല. അയാൾ പൊന്നിനും കല്ലിനും ഒരേ വിലയെ കൽപ്പിക്കൂ. ഇതാണ് ബ്രഹ്മഭൂതാവസ്ഥ. വിശുദ്ധനായ ഭക്തന് എളുപ്പത്തിൽ ഇവിടെ എത്താൻ കഴിയും. ഈ നിലയിൽ പരബ്രഹ്മത്തിൽ ലയിച്ച് സ്വന്തം വ്യക്തിത്വം നശിപ്പിക്കുന്നത് നരകതുല്യമായും സ്വർഗരാജ്യ പ്രാപ്തി ആകാശപുഷ്പമായും ഇന്ദ്രിയങ്ങൾ പാമ്പിന്റെ തകർന്ന വിഷപ്പല്ലുകളായും അനുഭവപ്പെടും. വിഷപ്പല്ലുകൾ തകർന്ന സർപ്പത്തെ എന്ന പോലെ ആത്മനിയന്ത്രണങ്ങളായ ഇന്ദ്രിയങ്ങളെയും കൈപ്പെടാനില്ല. ഭൗതിക വിഷബാധയേറ്റ മനുഷ്യനെ പ്രപഞ്ചം ദുരിതപൂർണമാകുന്നുള്ളൂ. എന്നാൽ ഭക്തന് ലോകം പരവ്യോമത്തെ പോലെയോ വൈകുണ്ഠത്തെ പോലെയോ മഹിമയുറ്റതാണ്. ഈ ഭൗതിക വിശ്വത്തിലെ ഏറ്റവും വിശിഷ്ടനായ വ്യക്തിയും ഭക്തന്റെ ദൃഷ്ടിയിൽ ഒരു എറുമ്പിനേക്കാൾ മാന്യനല്ലതാനും. ഈ നിലയിൽ എത്തിച്ചേരാൻ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജിതമായ വിശുദ്ധ ഭക്തിയുത സേവനം പ്രചരിപ്പിച്ച ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കരുണയെ സഹായമുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു രാജേശ്വരി മദജി. ഹരേ കൃഷ്ണ. ബ്രഹ്മഭൂത അവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് ഭഗവാൻ പറയുന്നത്. ബ്രഹ്മഭൂത പ്രസന്നാത്മ. ബ്രഹ്മഭൂത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരം കിട്ടിയ വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ആത്മാവാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ബ്രഹ്മഭൂത എന്ന് പറയുന്നത്. അതായത് ഭൗതിക ചിന്തയിൽ നിന്നും ഞാൻ ശരീരമാണ് എന്നുള്ള ബോധത്തിൽ നിന്നും ആ വ്യക്തിക്ക് മുക്തി കിട്ടി. അങ്ങനെയുള്ള വ്യക്തിയെയാണ് ബ്രഹ്മഭൂതാവസ്ഥ എന്ന് പറയുന്നത്. അതെങ്ങനെ നേടി? ഭഗവാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് വർണ്ണാശ്രമ വ്യവസ്ഥ പ്രകാരമുള്ള സിസ്റ്റമാണ്. ആദ്യം ബ്രഹ്മചര്യം, പിന്നീട് ഗൃഹസ്ഥാശ്രമം, പിന്നീട് വാനപ്രസ്ഥം, അവസാനം സന്യാസം. ആരോഗ്യമുള്ള സമയത്ത് കർമ്മങ്ങളൊക്കെ ചെയ്യും. നമ്മുടെ വർണ്ണാശ്രമം അനുസരിച്ച്, വർണ്ണവും ആശ്രമവും അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. ബ്രഹ്മചാരിയുടെ കർമ്മങ്ങൾ ചെയ്യുന്നു. ഗൃഹസ്ഥന്റെ കർമ്മങ്ങൾ ചെയ്യുന്നു. വാനപ്രസ്ഥൻ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നു. അതേപോലെ ബ്രാഹ്മണന്റെ കർമ്മം ചെയ്യുന്നു. ക്ഷത്രിയന്റെ കർമ്മം ചെയ്യുന്നു. ശൂദ്രന്റെ കർമ്മം ചെയ്യുന്നു. എല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യും. കർമ്മഫലം ഭഗവാൻ തരും എന്നുള്ള വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ആ വിശ്വാസം സത്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടും. ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ അവർക്ക് വിശ്വാസം ഉറയ്ക്കുകയുള്ളൂ. അങ്ങനെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളിൽ അവർക്ക് താല്പര്യം കുറയുന്നു. ഭഗവാന്റെ സംരക്ഷണത്തിന് എനിക്ക് ജീവിക്കാം എന്നവർക്ക് ഉറപ്പാകുന്നു. അതിനുശേഷം അവസാന സമയം അവര് സന്യാസം സ്വീകരിച്ച് വീട്ടിൽ നിന്നും പുറത്തു പോകാം. വീട്ടിൽ നിന്നും പുറത്തു പോയിട്ട് ഏതെങ്കിലും നല്ല ശുദ്ധമായിട്ടുള്ള സ്ഥലത്തിരുന്ന് വിവിക്ത ദേശീയ ലഘുവാശി, ആരുമില്ലാത്ത സ്ഥലത്തിരുന്ന് ഭഗവാനെ അല്ലെങ്കിൽ ആത്മാവിനെ, പരമാത്മാവിനെ പൂർണ്ണമായിട്ടും ധ്യാനിച്ച് ബ്രഹ്മഭൂതാവസ്ഥയിൽ പ്രാണനെ ഉയർത്തിക്കൊണ്ടുവന്ന് ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തും. ഒരാൾ യഥാർത്ഥത്തിൽ ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ? ഒരാൾക്ക് യഥാർത്ഥത്തിൽ മുക്തി കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരാൾ വെറുതെ ഞാൻ മുക്തനാണ് എന്ന് ചിന്തിക്കുകയാണോ? അതെങ്ങനെ തിരിച്ചറിയാം? അതിന് ചില ലക്ഷണങ്ങളുണ്ട്. അതിനാണ് ഭഗവാൻ ഈ ബ്രഹ്മഭൂതാവസ്ഥയുടെ ലക്ഷണങ്ങള് പറയുന്നത്. ബ്രഹ്മഭൂത പ്രസന്നാത്മാ.
ആ ബ്രഹ്മഭൂത അവസ്ഥയിലുള്ള വ്യക്തി പ്രസന്നാത്മാവായിരിക്കും. ദുഃഖങ്ങൾ ഉണ്ടാവില്ല. ഉത്കണ്ഠയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഭാവിയെ കുറിച്ച് ചിന്തിച്ച് ഉത്കണ്ഠകൾ ഉണ്ടാവുകയില്ല. പ്രസന്നാത്മാവായിരിക്കും. അദ്ദേഹം സന്തുഷ്ടനായിരിക്കും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സന്തുഷ്ടി ഇല്ലാതാകുന്നത്? എന്താണ് ദുഃഖത്തിന്റെ കാരണം എന്ന് പറയുന്നത്? ലാഭനഷ്ടങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾക്ക് ദുഃഖമുണ്ടാക്കുന്നത്. ഭൗതികമായിട്ടുള്ള ലാഭനഷ്ടങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ദുഃഖമുണ്ടാകുന്നത്. മുക്തി കിട്ടിയ വ്യക്തിക്ക് ലാഭവുമില്ല, നഷ്ടവുമില്ല. കാരണം എന്താണ്? ആ വ്യക്തിക്ക് അറിയാം, എനിക്ക് ഭൗതികമായിട്ട് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല എന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. ശരീരം പൂർണ്ണമായിട്ടും നശിച്ചാലും കുഴപ്പമില്ല, ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല എന്ന് യഥാർത്ഥത്തിൽ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ദുഃഖമില്ല, ഭൗതികമായിട്ട് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് പ്രസന്നാത്മാവായി ആ വ്യക്തി സന്തുഷ്ടനായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഞാൻ മുക്തനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല, അല്ലെ? ഭഗവാൻ അത് അംഗീകരിക്കുന്നില്ല. മുക്തനാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്? ബ്രഹ്മഭൂത പ്രസന്നാത്മാ, സന്തുഷ്ടനായിരിക്കും. അദ്ദേഹത്തിന് ഉത്കണ്ഠകൾ ഉണ്ടായിരിക്കുകയില്ല. അതാണ് ആദ്യത്തെ ലക്ഷണം ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി. അദ്ദേഹത്തിന് ദുഃഖവുമില്ല, അദ്ദേഹത്തിന് ആകാംക്ഷയുമില്ല. എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദുഃഖമില്ല, എന്തെങ്കിലും കിട്ടണമെന്ന് വലിയ വലിയ ആഗ്രഹമില്ല. പിന്നെ കാംക്ഷതി, കാരണം ആത്മാവിന് എന്തെങ്കിലും ആവശ്യമില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതയും വരാം. അവർക്ക് എല്ലാ ആളുകളും ഒരേപോലെ തന്നെയാണ് എന്നാണ് പറയുന്നത്. എല്ലാവരും ഭഗവാന്റെ അംശമാണ്. ഭഗവാന്റെ സേവനം ചെയ്യാത്തത് കൊണ്ട് ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നു. എല്ലാ ജീവാത്മാക്കളും ഭൗതിക ലോകത്തിലേക്ക് വന്നതാണ്. ഭഗവാന്റെ സേവനം ചെയ്യാത്തത് കൊണ്ട് വന്നിട്ടുള്ള ജീവാത്മാക്കളാണ് എല്ലാവരും എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരാള് വലിയ ഉയർന്ന ആളാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ വളരെ മോശമാണാണ്, ഇങ്ങനെയൊന്നും അവർ ചിന്തിക്കുന്നില്ല. എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകളാണ്, ഭൗതിക ലോകത്തിലുള്ള ആളുകളാണ്. എല്ലാവരും ഭഗവാന്റെ അംശം തന്നെയാണ്. സർവേഷു ഭൂതേഷു. ഈ ഒരു അവസ്ഥയാണ് ബ്രഹ്മഭൂതാവസ്ഥ എന്ന് പറയുന്നത്. അവർക്ക് സ്വർഗം കിട്ടുന്നതിനോ അല്ലെങ്കിൽ ഈ ഭൗതികമായിട്ടുള്ള നേട്ടം കിട്ടുന്നതിനോ ഇവിടെ യാതൊരു ആഗ്രഹവുമില്ല എന്നാണ് പറയുന്നത്. ഇനി അതിനുശേഷമാണ് മുക്തി എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഭക്തി എന്നാണ് പറയുന്നത്. ഈ ബ്രഹ്മഭൂതാവസ്ഥയ്ക്ക് ശേഷമാണ് ഒരു വ്യക്തിക്ക് ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്. സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരം. ഈ മുക്താവസ്ഥയിൽ എത്തിയതിനു ശേഷം വേണമെങ്കിൽ ജീവാത്മാവിന് എന്ത് ചെയ്യാം? ബ്രഹ്മജ്യോതിസിൽ അലിഞ്ഞു ചേരണം, ബ്രഹ്മജ്യോതിസിൽ തന്നെ നിൽക്കണം എന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഭഗവാന്റെ സേവനത്തിലേക്ക് പ്രവേശിക്കണം എന്ന് വിചാരിക്കാം. ഇത് രണ്ടും മുക്തിക്ക് ശേഷമാണ്. അപ്പോൾ ഇവിടെ ശീലപ്രഭുപാദർ നിർവ്യക്തികവാദികളെ കുറിച്ചും വ്യക്തിഗതവാദികളെ കുറിച്ചും പറയുന്നുണ്ട്. നിർവ്യക്തിഗതവാദികൾ വിചാരിക്കുന്നത് മുക്തി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായി, പിന്നെ അങ്ങോട്ടൊന്നുമില്ല, ഭഗവാനിൽ ലയിച്ചു ചേരാം എന്ന് വിചാരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ഭഗവാനിൽ ലയിച്ചു ചേരാൻ സാധിക്കുന്നില്ല. കാരണം ഒരു ജീവാത്മാവും ലയിച്ചു പോകുന്നില്ല എന്ന് ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ബ്രഹ്മജ്യോതിസിൽ തന്നെ ഇരിക്കാം. ഭഗവാന്റെ സേവനത്തിലേക്ക് പോകാതെ, വൈകുണ്ഠ ലോകത്തിലേക്ക് പോകാതെ ബ്രഹ്മജ്യോതിസിൽ തന്നെ കറങ്ങി നടക്കാം. എത്ര കാലം വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് ചുറ്റിക്കറങ്ങും. അങ്ങനെ ചെയ്യാം. അതാണ് ബ്രഹ്മഭൂതാവസ്ഥയിൽ നിൽക്കുന്ന ജീവാത്മാവിന് ഒരു ഓപ്ഷൻ, ഒരു ചോയ്സ്. അതാണ് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്. സ്വതന്ത്രമാണ്, ആരും ഒന്നും ശല്യപ്പെടുത്തില്ല. മുഴുവൻ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യത്തിൽ ഇരിക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഭഗവാന്റെ ഭക്തി സ്വീകരിക്കാം. ഭഗവാന്റെ ഭക്തി സ്വീകരിച്ച് ഭഗവാന്റെ സേവനത്തിലേക്ക് വരാം. രണ്ടും മുക്തിക്ക് ശേഷമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ നമുക്ക് വർണ്ണാശ്രമ വ്യവസ്ഥയിലൂടെ ഉയർന്നു വരാനോ പ്രാണായാമം ചെയ്യാനോ നാട്ടിൽ ഒറ്റയ്ക്ക് പോയിരിക്കാനോ
സന്യാസം ചെയ്യാനോ ഒന്നിനുമുള്ള അവസരമില്ല. ഇങ്ങനെ പടിപടിയായി ഉയർന്നു വരാനുള്ള അവസരം ഒന്നും നമുക്കില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്താണ്? നേരിട്ട് ഭഗവാന്റെ ഭക്തി ചെയ്യുക. നേരിട്ട് ഭക്തി. ചില ആളുകൾക്ക് നേരിട്ട് ഡിഗ്രി കൊടുക്കും. ചില കുട്ടികൾ നല്ല ക്വാളിഫൈഡ് ആണെങ്കിൽ നേരിട്ട് ഡിഗ്രിക്ക് ചേരാം. +2 പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ഓട്ടോമാറ്റിക്കായി +2 കഴിഞ്ഞതിന്റെ മാതിരി ഡിഗ്രി കഴിഞ്ഞ ഒരാൾ വീണ്ടും +2 ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരിട്ട് ഭക്തി ചെയ്യുന്നവർക്ക് അതിന്റെ താഴെയുള്ള മുക്തി എന്നുള്ള അവസ്ഥ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ക്രോസ് ചെയ്തു പോകും. അറിയാതെ അവർ ബ്രഹ്മഭൂത അവസ്ഥ ക്രോസ് ചെയ്തു പോകും എന്നാണ് പറയുന്നത്. ഞാൻ മുക്തനായ എന്ന് പറഞ്ഞിരിക്കില്ല. നേരിട്ട് ഭക്തി ചെയ്ത് അവര് ആ ബ്രഹ്മഭൂത അവസ്ഥയും കടന്നു പോകും എന്ന് പറയും. അത് മാത്രമേ നമുക്ക് കലിയുഗത്തിൽ മാർഗമായിട്ടുള്ളൂ. നേരിട്ട് ഭക്തി ചെയ്യുക. അപ്പോൾ മുക്തി ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്നോളും. മറ്റു യുഗങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. മറ്റു യുഗങ്ങളിൽ ക്രമേണ നേരിട്ട് ഭക്തി ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷെ മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു. വർണ്ണാശ്രമ വ്യവസ്ഥയിലൂടെ ത്യാഗം പരിശീലിച്ച് ഭഗവാന് കർമ്മഫലങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ച് പിന്നീട് വനത്തിലേക്ക് പോയി പ്രാണായാമത്തിൽ പരിശീലിച്ച് ജീവനെ ശരീരത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ആ മുക്താവസ്ഥയിൽ എത്തിച്ചതിന് ശേഷം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭക്തിയിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ മാർഗമുണ്ട്. അന്നത്തെ യുഗത്തിൽ അതുണ്ടായിരുന്നു. കലിയുഗത്തിൽ അങ്ങനെ ഒരു മാർഗമില്ല. അതുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നാമജപം, നേരിട്ടുള്ള ഭക്തി സേവനം ഈ യുഗത്തിൽ വന്ന് അവതരിപ്പിച്ചത് എന്നുള്ള കാര്യം ശ്രീ ഭഗവാന് എടുത്തു പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ആ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. നേരിട്ട് ഭഗവാന്റെ നാമം ജപിച്ച് ഭക്തി സേവനം ചെയ്യുക. മുക്തിയൊക്കെ സൈഡിലൂടെ വന്നോളും. മുക്തിയെ കുറിച്ച് ആരും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. മുക്തിയൊക്കെ കഴിഞ്ഞു പോകും. നമ്മൾ അറിയാതെ തന്നെ അങ്ങനെ കഴിഞ്ഞു പോകും. ഭഗവാന്റെ സേവനം നിരന്തരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മുക്തിയെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകും അറിയാതെ. അങ്ങനെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. അപ്പം വ്യക്തിഗതവാദികൾ ഭക്തി കൂടി സ്വീകരിക്കുമെന്ന് പറയുന്നു. അവ്യക്തിഗതവാദികൾ ഭക്തി സ്വീകരിക്കുന്നില്ല. അവർ ബ്രഹ്മജ്യോതിസിൽ അങ്ങനെ കറങ്ങി നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് തന്നെ വരേണ്ടി വരും. അവരാണ് പിന്നീട് താഴോട്ട് വന്ന് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. വലിയ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, അല്ലെങ്കിൽ ആശുപത്രികൾ കെട്ടുക, അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യും. കാരണം അവർ ഭക്തിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഭക്തിയിലേക്ക് പ്രവേശിച്ചവർ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ഈ ശ്ലോകത്തിൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. അതിനുശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി, നമ്മൾ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുന്നതാണ് ബ്രഹ്മഭൂതാവസ്ഥ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ജ്ഞാനം സത്യത്തില് നമ്മള് ഒരു ഗുരുവിനെ കിട്ടി ആധ്യാത്മിക കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ അത് മനസ്സിൽ ഉറപ്പിച്ചു കഴിയണു. പക്ഷെ അങ്ങനെ അറിയുന്നവരാണ് നമ്മളൊക്കെ എന്ന് വെച്ചാൽ പോലും നമ്മളൊന്നും ബ്രഹ്മഭൂതാവസ്ഥയിലേക്ക് എത്തുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു തലം വ്യത്യാസം വരുന്നത് എവിടെ എത്തുമ്പോഴാണെന്നൊന്ന് പറഞ്ഞു തരുക. ഹരേ കൃഷ്ണ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോടും നമ്മൾക്ക് വിജ്ഞാനം ഉണ്ടാവില്ല. ഭഗവാൻ പറയുന്ന ജ്ഞാനം വിജ്ഞാന സഹിതം. നമ്മൾക്ക് ജ്ഞാനം കിട്ടി, നമ്മൾക്ക് ഇൻഫർമേഷൻ കിട്ടി, നമ്മൾ ജീവാത്മാവാണ്, ശരീരമല്ല. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഭക്തിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോറും നമ്മൾക്ക് അതിന്റെ അനുഭവം ഉണ്ടായിരിക്കും. നിരന്തരമായിട്ട് നമ്മൾ ഭക്തി ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടും നമ്മൾ ആത്മാവാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകും. അതേത് സമയത്താണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. ചില ആളുകൾക്ക് വീണ്ടും ജന്മങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ബോധ്യപ്പെടുന്നത് അല്ലെ. ചില ആളുകൾക്ക് ആദ്യം ഭജനക്രിയ, ആദൗ ശ്രദ്ധ, സദാ സാധുസംഘം,
പിന്നെ ഭജനക്രിയ. ഭജനക്രിയയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അനർത്ഥ നിവൃത്തി, ഭൗതിക ചിന്തകളിൽ നിന്നുള്ള മുക്തി, അനർത്ഥ നിവൃത്തി, തഥാ നിഷ്ഠ. അല്ല, അനർത്ഥ നിവൃത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആത്മീയമായിട്ടുള്ള ബോധമുണ്ടാവും, നമ്മൾ ആത്മാവ് തന്നെയാണ്. അപ്പം പിന്നെ നമുക്ക് നിഷ്ഠയുണ്ടാവും. ചില ആളുകൾക്ക് അനർത്ഥ നിവൃത്തി പെട്ടെന്ന് തന്നെ ഉണ്ടാവും. കാരണം അവർക്ക് കുറച്ച് വിശ്വാസം ഉണ്ടാവും, അവർ തീവ്രമായിട്ട് പ്രയത്നിക്കും, പെട്ടെന്ന് അനർത്ഥ നിവൃത്തി ഉണ്ടാവും. ചില ആളുകൾക്ക് അനർത്ഥ നിവൃത്തിക്ക് തന്നെ 2-3 ജന്മങ്ങളൊക്കെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അല്ലെ, ഭട്ടംഗമഹാരാജാവ് ഒരു മുഹൂർത്തം കൊണ്ട് സാക്ഷാത്കരിച്ചു. ഭരതമഹാരാജാവിന് 3 ജന്മം എടുത്തു പൂർണ്ണമായിട്ടും സാക്ഷാത്കാരം ഉണ്ടാവാൻ വേണ്ടി. അപ്പോൾ ഭൗതികമായിട്ടുള്ള ചിന്ത നമ്മളെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. ശീലപ്രഭാതത്തിന് ഉദാഹരണം പറയുന്നത്, നമ്മളൊരു ഫാൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കും. അത് നിൽക്കും, പക്ഷെ കുറച്ചുകൂടി അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ബോധ്യപ്പെടുമെന്നാണ് പറയുന്നത്. എത്ര സമയം എടുക്കും നമ്മൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഹരേ കൃഷ്ണ. പ്രഭുജി, അപ്പോ അതായത് ആത്മതത്വം മനസ്സിലാകുന്ന ഒരാള് ബ്രഹ്മഭൂതാവസ്ഥയിലേക്ക് എത്തും. അതായത് അനർത്ഥ നിവൃത്തി എന്ന് പറയുമ്പോൾ അതാണ് എനിക്കത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് സ്വയം വിശകലനം ചെയ്യാനുള്ള ഒരു മാർഗം, അതാണ് ഞാൻ ചോദിക്കുന്നത് പ്രഭുജി. സമയത്തിനെ കുറിച്ച് നമ്മള് മിക്കവാറും അനർത്ഥ നിവൃത്തിയിലാണ്. അനർത്ഥങ്ങളുണ്ട്, നമ്മൾ അനർത്ഥങ്ങള് കുറയ്ക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെ, നമ്മള് 4 നിയമങ്ങൾ പാലിക്കണം, 16 മാസം ജപിക്കണം, ഇതൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ബ്രഹ്മഭൂത സ്റ്റേജിലാണെങ്കിൽ നമ്മൾക്കിത് ഒരു ബുദ്ധിമുട്ടുമല്ല. സ്വാഭാവികമായിട്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ നിഷ്ഠയുണ്ടാകും, നമ്മൾക്ക് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ ആ ബ്രഹ്മഭൂത സ്റ്റേജിൽ എത്താത്തത് കൊണ്ടാണ് നമ്മൾക്ക് അനർത്ഥ നിവൃത്തി എന്നുള്ള സ്റ്റേജിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ, മനസ്സിലായി പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ജലജമാത പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭു. ഈ അവ്യക്തവാദി വ്യാധികളും ഇംപേഴ്സണലിസ്റ്റും ബ്രഹ്മഭൂത പ്രസന്നാത്മയിൽ എത്തുമ്പോ അവർക്കും സ്വജതിനകാംക്ഷതി, അവർക്ക് ആഗ്രഹം ഇല്ല എന്നല്ല വരുന്നത്. പിന്നെ അവരെങ്ങനെ താഴത്തിലേക്ക് വരും? ഫാൾ ഡൗൺ ആകും കാംക്ഷതി ഇല്ലെങ്കിൽ. അവർക്ക് സ്വാഭാവികമായിട്ടും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല. പക്ഷെ അവരെന്തുകൊണ്ട് ഫാൾ ഡൗൺ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് 2 റിയലൈസേഷനെ കിട്ടിയിട്ടുള്ളൂ. ജീവാത്മാവിന് 3 റിയലൈസേഷൻ വേണം. സച്ചിദാനന്ദം, അല്ലെ, സത്ത് ചിത്ത് ആനന്ദം. ഈ ബ്രഹ്മഭൂത അവസ്ഥയിലുള്ള ജീവാത്മാവിന് അത് സത്താണെന്ന് മനസ്സിലായി. ഞാൻ ഒരിക്കലും നശിക്കുന്നില്ല, സത്താണ്, ഞാൻ ഒരിക്കലും നശിക്കുന്നില്ല, അതുകൊണ്ട് അതിന് ദുഃഖമില്ല. ചിത്ത്, അതിന് ജീവാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമൊക്കെ ഉണ്ടായിരുന്നു. ജീവാത്മാവിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലായി, ജ്ഞാനമുണ്ടായിരുന്നു. അത് ആത്മീയമായിട്ടുള്ള ജ്ഞാനമാണ്, ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ജ്ഞാനമല്ല. അങ്ങനെ അത് ഒരുപാട് കാലം ബ്രഹ്മജ്യോതിസിൽ കറങ്ങി നടക്കുന്നു, സ്വതന്ത്രമായിട്ട് കറങ്ങി നടക്കും. പക്ഷെ അതിന് 3ാമത്തെ ഒരു സാക്ഷാത്കാരം ആവശ്യമുണ്ട്, ആനന്ദം. പൂർണ്ണമായിട്ട് ആനന്ദം ലഭിക്കുന്നില്ല. ഒറ്റയ്ക്ക് ഒരാൾ അങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ആനന്ദം കിട്ടുന്നില്ല. അല്ല, ഒരു ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടാവും. പക്ഷെ ഫ്ലൈറ്റിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഫ്ലൈറ്റിൽ തന്നെ പോയാൽ മതി, എവിടെ ഇറങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമാണ്. അല്ല, ഇപ്പൊ നമ്മുടെ ഇവര് ആകാശത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ, നമ്മുടെ നാസയിൽ നിന്ന് ഒരാളെ കിട്ടിട്ടില്ല, സുനിത. അവർക്ക് പോകുമ്പോഴൊക്കെ സന്തോഷം ഉണ്ടാവും, അല്ലെ? പക്ഷെ ഇപ്പൊ അവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തായി? ദുഃഖമായി. കാരണം അവരുടെ യഥാർത്ഥ അവസ്ഥ അതല്ല. അതുകൊണ്ട് ഇപ്പൊ അവർക്ക് എന്ത് വേണം? താഴ്ന്നു വരണം. പോയ അത്ര ആ ഒരു സന്തോഷം അവർക്ക് ഇല്ല. ഇപ്പൊ 3ാമത്തെ സാക്ഷാത്കാരം ആനന്ദം. ആനന്ദ സാക്ഷാത്കാരം എവിടെ കിട്ടുള്ളൂ? ഭഗവാന്റെ സാഗരത്തിലേ കിട്ടൂ. അത് കിട്ടാത്തത് കൊണ്ട് അവർ വിചാരിക്കും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യണം. കാരണം ജീവന്റെ സ്വഭാവമാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അത് ഭഗവാൻ പറയുന്നുണ്ട്,
ജാതുനിഷ്പത്തി അകർമ്മകൃത് നഹി കശ്ചിത് ക്ഷണമതി. ഒരു ക്ഷണം പോലും ജീവാത്മാവിന് കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കും. അപ്പൊ എന്തെങ്കിലും കർമ്മം ചെയ്യണം. പക്ഷെ ഇദ്ദേഹം ഡിവോഷണൽ സർവീസ് ഏറ്റെടുത്തതുമില്ല. ഭഗവാൻ വ്യക്തിയാണെന്നുള്ള ബോധ്യം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഡിവോഷണൽ സർവീസ് ഏറ്റെടുക്കാതിരിക്കുക. കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യമാണ്, സർവ്വ ഇടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് എന്നാണ് അവരുടെ ധാരണ. അതുകൊണ്ട് ശുദ്ധഭക്തി സേവനത്തിലേക്ക്, ഭഗവാൻ വ്യക്തി എന്നുള്ള സേവനത്തിലേക്ക് അവർക്ക് വരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും കർമ്മം ചെയ്യാം, ജനങ്ങൾക്ക് സേവനം ചെയ്യാം. ജനങ്ങളുടെ സേവനം തന്നെയാണ് മാധവസേവ എന്ന് പറഞ്ഞിട്ട് വീണ്ടും താഴുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭക്തന്റെ സാമീപ്യം കൊണ്ട് മാത്രമേ ഇദ്ദേഹത്തിന് ഈ ഭക്തിയിലേക്ക്, ബ്രഹ്മഭൂതാവസ്ഥയിലുള്ള വ്യക്തിക്കും ഭക്തിയിലേക്ക് വരണമെങ്കിൽ ഒരു ഭക്തന്റെ സാന്നിധ്യം ആവശ്യമാണ്. ഗുരു കൃഷ്ണ കൃപയെ ഭക്തി ലതാപേക്ഷ. ഗുരുവിന്റെയും കൃഷ്ണന്റെയും കാരുണ്യത്തിലൂടെയാണ് മുക്തന് പോലും ഭക്തി കിട്ടുന്നത്. അത് കിട്ടാത്തത് കൊണ്ടാണ് വീണ്ടും താഴോട്ട് ഇറങ്ങി വരുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ അപ്പൊ അവർക്ക് ആത്മീയ ദേഹം ഉണ്ടാവില്ല. ആത്മീയ ദേഹം, ബ്രഹ്മഭൂത അവസ്ഥയിൽ അവർക്ക് ആത്മീയമായിട്ടുള്ള ദേഹമുണ്ട്. പക്ഷെ ഭൗതികമായിട്ടുള്ള കർമ്മം വേണം ചെയ്യാൻ ആഗ്രഹമുള്ളത് കൊണ്ട് അവർ വീണ്ടും താഴോട്ട് ഇറങ്ങി വന്നേതെങ്കിലും ഭൗതിക ശരീരം സ്വീകരിക്കും. അവർ ഭക്തി സ്വീകരിച്ചിരുന്നെങ്കിൽ അവർക്ക് ആത്മീയമായിട്ടുള്ള ശരീരം കിട്ടി വൈകുണ്ഠ ലോകത്തിലേക്ക് പോകുമായിരുന്നു. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ധന്യവാദം. ഈ ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിയിട്ടുള്ള എല്ലാ ആത്മാക്കളും അപ്പൊ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വരുന്ന ഉറപ്പാണല്ലേ, അല്ലേ പ്രഭുജി? അങ്ങനെയാണ് പറയുന്നത്. അതായത് അവർക്ക് വേണമെങ്കിൽ അവിടെ നിന്നും ഭക്തി സ്വീകരിക്കാം. അവര് കൂടുതൽ ഉയർന്ന വ്യക്തികളാണ്, അല്ലെ? നമുക്ക് ഇവിടുന്ന് ഇൻഫർമേഷൻ കിട്ടുന്നത് പോലെ അവർക്ക് അവിടുന്ന് ഇൻഫർമേഷൻ കിട്ടും. അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവര് ഒരു ഓൺ ദ വേ ആണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ അവർക്ക് അവിടുന്ന് ഭക്തി സ്വീകരിക്കാം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് എന്താണ് നമ്മൾ ഇപ്പൊ ഈ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു, ബ്രഹ്മഭൂത പ്രസന്നാത്മാ നശോചതി നകാംശതി സമ സർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതേ പരാണ്. ആ ബ്രഹ്മഭൂത സ്റ്റേജിലുള്ള വ്യക്തിക്ക് ഭക്തി കിട്ടാനുള്ള യോഗ്യതയുണ്ട്. ഭക്തി കിട്ടാനുള്ള യോഗ്യത നേടിയിട്ടുള്ള വ്യക്തികളാണ് ബ്രഹ്മഭൂതാവസ്ഥയിലുള്ള ആളുകൾ, അതായത് മുക്തി നേടിയിട്ടുള്ള. അപ്പൊ അവർക്ക് ഏത് നിമിഷവും ഭക്തി സ്വീകരിക്കാം, എന്നിട്ട് ഭഗവാന്റെ സേവനത്തിൽ മുഴുകാം, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി, ഇവര് ഈ പുണ്യപ്രവർത്തികളിൽ ഏർപ്പെടാൻ വീണ്ടും ഈ ജന്മം ശരീരം കൊണ്ട് എടുക്കുമ്പോ അവർക്ക് സ്വാഭാവികമായിട്ടും ഭക്തി കിട്ടുമോ, അതോ ഭക്തി അവർ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ? മിക്കവാറും അവർ ഭക്തി ആഗ്രഹിക്കണം, അല്ലെങ്കിൽ ഭഗവാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാരുണ്യം. ഭക്തി നമ്മൾക്ക് ആക്ച്വലി ലഭിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, അത് ഭഗവാന്റെ കാരുണ്യം പൂർണ്ണമായിട്ടും. ഭക്തി പൂർണ്ണമായിട്ടും ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പുണ്യപ്രവൃത്തി ചെയ്തത് കൊണ്ട് ഭക്തി ലഭിക്കണം എന്ന്. ഈ ബ്രഹ്മഭൂതാവസ്ഥയിൽ നിന്ന് നിബന്ധിച്ചവരുടെ കാര്യമാണ് ഞാൻ ചോദിച്ചതേ. ഇപ്പം ഹോസ്പിറ്റൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പറഞ്ഞില്ലേ, അവര് വന്ന് ഇത് മാത്രത്തില് അങ്ങ് പോവും, അത് അവർക്ക് സ്വാഭാവികമായിട്ട് ഭക്തി കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഹരേ കൃഷ്ണ. ഭക്തി എന്ന് പറയുന്നത് നേരിട്ട് ഭഗവാനുമായിട്ടുള്ള കണക്ഷനാണ്. അത് ഏത് അവസ്ഥയിലുള്ള ആളുകൾക്ക് കിട്ടണമെങ്കിലും, അത് ബ്രഹ്മഭൂതാവസ്ഥയിലുള്ളവനാകട്ടെ അല്ലെങ്കിൽ സാധാരണ ഭൗതികനായിട്ടുള്ള ഒരു വ്യക്തിക്കാവട്ടെ, അവന് കിട്ടണമെങ്കിൽ അതിന്റെ ഏക മാനദണ്ഡം എന്താണ്? ഭഗവാന്റെ കാരുണ്യമാണ്. അതാണ് പറയുന്നത്, ഗുരു കൃഷ്ണ പ്രസാദേ ഭക്തി ലതാപേ. എപ്പോഴാണ് ആ വ്യക്തിക്ക് ഭഗവാന്റെ കാരുണ്യം കിട്ടുന്നത്, അപ്പോഴാണ് ഭക്തി കിട്ടുന്നത്. അതിന് മറ്റുള്ള യോഗ്യതകളൊന്നും മാനദണ്ഡമല്ല. ആ വ്യക്തി ഏത് സ്റ്റേജിലാണെങ്കിലും ഭക്തി കിട്ടാം എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും ഭഗവാന്റെ കാരുണ്യത്തിനെ ആശ്രയിച്ചിരിക്കും. ഹരേ കൃഷ്ണ. അപ്പോ അവര് ഈ ജന്മം അത് കഴിയുമ്പോ വീണ്ടും ബ്രഹ്മജ്യോതിയിൽ തന്നെ തിരിച്ച് എത്തായിരിക്കും.
ഹരേ കൃഷ്ണ. ഭൗതിക ശരീരം കിട്ടിയ വ്യക്തിക്ക് വീണ്ടും പ്രപഞ്ചത്തിലെത്തണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഭൗതിക ശരീരം സ്വീകരിച്ചാൽ വീണ്ടും നമ്മൾ ത്രിഗുണങ്ങളുടെ അടിമപ്പെട്ടു. ത്രിഗുണങ്ങൾ വന്നു കഴിഞ്ഞാൽ ത്രിഗുണങ്ങൾ തമ്മിൽ മത്സരം ഉണ്ടാകും. സത്വരജസ്തമോ ഗുണങ്ങൾ തമ്മിൽ മത്സരം ഉണ്ടാകും. നമ്മൾ നേരത്തെ അദ്ദേഹങ്ങളെ മനസ്സിലാക്കി. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഗുണമാണ്. നമ്മൾ ഇരിക്കുന്ന ആ ഗുണമാണ്. ഊർദ്ധം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഗന്യ ഗുണവൃത്തിസ്ഥോ അതോ ഗച്ഛന്തി താമസ. നമ്മൾ വീണ്ടും തമോഗുണത്തിൽ പെട്ട് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് പോകണം. വീണ്ടും രജോഗുണത്തിലാണെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാം. സത്യഗുണമാണെങ്കിൽ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം. പ്രകൃതിയിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ വിധികറിയത്. ഹരേ കൃഷ്ണ പ്രഭുജി, മനസ്സിലായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ ഈ ബ്രഹ്മബോധാവസ്ഥ കഴിഞ്ഞ് ഉയർന്ന നിലയിലെത്തിയ ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ കുറിച്ച് പറഞ്ഞുതരാമോ? അവര് നമ്മളെ പോലെ ഇങ്ങനെ ഉയർന്നു വരുന്ന ആളുകളല്ല. അവര് ഭഗവാന്റെ പാർഷദന്മാരാണ്, ഭഗവാന്റെ വിശ്വസ്ത സേവകന്മാരാണ്. വൈകുണ്ഠ ലോകത്തിൽ നിന്നും അല്ലെങ്കിൽ ദുർലോക വൃന്ദാവനത്തിൽ നിന്നും ഭഗവാൻ പറഞ്ഞയക്കുന്ന മുക്താത്മാക്കളാണ്. അവരൊരിക്കലും ഈ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ല. ഭഗവാൻ ഈ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ലാത്തതുപോലെ അവരും ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ല. ഭൗതിക ലോകത്തിൽ ബന്ധപ്പെട്ടവർക്കാണ് ക്രമേണ ഉയർന്നു പോകാനുള്ള മാർഗമൊക്കെ ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ അവതരിക്കുന്നതും ഭഗവാന്റെ ഭക്തന്മാർ അവതരിക്കുന്നതും നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ്. അവർക്ക് ജനിക്കേണ്ട ആവശ്യമില്ല. അജോബിസൻ അഭ്യാത്മ ഭൂതാനം ഈശ്വരോബിസൻ പ്രകൃതി സാമ്പത്തിഷ്ടായ സംഭവമായ ആത്മമായ. അവരവതരിക്കുന്നതിനാണ് നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ് അവർ അവതരിക്കുന്നത്. അവരൊരിക്കലും ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ല. ഇതൊക്കെ നമ്മൾ കാണുന്ന ബാധകമായിട്ടില്ല. ഭഗവാൻ രണ്ടു തരം ജീവാത്മാക്കളെ കുറിച്ച് പറയുന്നുണ്ട് 15-ാമത്തെ അധ്യായത്തിൽ. ക്ഷരശ്ചാക്ഷരമേവച്ചാണ്. ക്ഷരമെന്നും അക്ഷരമെന്നും. കൂടസ്ഥോ അക്ഷരമുച്ചത. അവരെപ്പോഴും ആത്മീയ ലോകത്തിൽ തന്നെയാണ്. ഭഗവാന്റെ നിർദ്ദേശം കിട്ടുന്ന സമയത്ത് ഇങ്ങോട്ട് വരും. പക്ഷെ അപ്പോഴും അവര് അക്ഷരം എന്നുള്ള ജീവാത്മാക്കളാണ്. അവര് ഭൗതിക ലോകം ആസ്വദിക്കുന്നതിന് വേണ്ടി വരുന്നതല്ല. പരിത്രാണായ സാധന, നമ്മളെ മുക്തനാക്കുന്നതിന് വേണ്ടി വരുന്ന ജീവാത്മാക്കളാണ്. അവരൊരിക്കലും ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് ഈ സ്റ്റേജുകളൊന്നും അവർക്ക് ബാധകമല്ല. ഓക്കെ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വ്യക്തമായി പ്രഭുജി. താങ്ക് യു. ഓക്കെ, അപ്പൊ സമയമായിട്ടുണ്ട്. നമ്മൾക്ക് അടുത്ത ശ്ലോകം വായിക്കാനുള്ള സമയമില്ല. അപ്പൊ നമുക്ക് ശ്ലോകം ചെല്ലാം. ആരൊക്കെയാണ് ചൊല്ലുന്നത്?